Hi, my dear students. Welcome to Mathematics online classes. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് പുതിയ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അതിൽ കണ്ടിന്യൂറ്റിയുടെ സെക്ഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എങ്ങനെയാണ് കണ്ടിന്യൂസ് എന്ന് ചെക്ക് ചെയ്യുന്നത് പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റയർ സെക്ഷനിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് പഠിച്ചു. സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് കട്ട് ചെയ്ത് ഓരോ സെക്ഷനിലും എന്താണ് തെളിയിക്കുന്നു, കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കുന്നു. അത് വെച്ചുകൊണ്ട് ടോട്ടലി എന്താണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നു. അപ്പൊ ചില സെക്ഷൻ ചെയ്യുമ്പോൾ, ചില വാല്യൂസ് ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് അല്ലാതെ വരുന്നു. അപ്പൊ ആ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആയി ആ പോയിന്റ് എന്ത് പറയാം, പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽജിബ്രയാണ്. അപ്പൊ ഇപ്പം പറഞ്ഞ ഫംഗ്ഷൻസ് ഒക്കെ എന്ന് പറയുന്നത് സിംഗിൾ ഫംഗ്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആൽജിബ്രയാണ്. അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. പിന്നെ എക്സ്ട്രാ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഓർമ്മയുണ്ടോ പഠിച്ച കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ പഠിച്ച ഓർമ്മയുണ്ടോ, രണ്ട് ഫംഗ്ഷൻ കമ്പൈൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ്, അതുകൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം 5 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൽജിബ്രയാണ് പറയുന്നത്, രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്, എഫും ജി. എഫും ജി എന്ന് പറഞ്ഞ് രണ്ട് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ ഓർക്കാം, എഫ് കോമ ജി ആർ കണ്ടിന്യൂസ്. ഈ തന്നിരിക്കുന്ന രണ്ട് ഫംഗ്ഷനും എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് വിചാരിക്കുക. എഫും ജിയും എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി, അതുപോലെ എഫ് മൈനസ് ജി, അതുപോലെ എഫ് ജി, അതുപോലെ എഫ് ബൈ ജി, ഇത്രയും ഫംഗ്ഷൻസും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, കുറച്ചുകൂടി ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ എഫും ജിയും എന്ന് പറയുന്ന ഫംഗ്ഷൻസ് സി എന്ന് പറയുന്ന പോയിന്റിൽ, സി എന്ന് പറയുമ്പോൾ ഏതൊരു നമ്പർ വേണമെങ്കിലും ആവാം, എഫ് കോമ ജി ആർ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി. സി എന്ന് പറയുന്ന ഒരു ആർബിട്രറി പോയിന്റ് ആണ്. അപ്പോൾ ഈ എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ സം എടുത്താലും കണ്ടിന്യൂസ് ആയിരിക്കും, ഡിഫറൻസ് എടുത്താലും കണ്ടിന്യൂസ് ആയിരിക്കും, പ്രോഡക്റ്റ് എടുത്താലും ഡിവൈഡ് ചെയ്താലും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ എന്ത് പറയാം, എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ജി, എഫ് ബൈ ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി. അപ്പോ സി എന്ന് പറയുന്ന പോയിന്റിൽ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സബ്ട്രാക്ഷനും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കിട്ടും. ഇത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നമ്മള് ചില ക്വസ്റ്റ്യൻ, ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യനെ കാണുമ്പോൾ അതിന്റെ അകത്ത് അഡിഷൻ വരും, സബ്ട്രാക്ഷൻ വരും, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഐഡിയ വരും. ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ അഡിഷൻ കഴിഞ്ഞു, സബ്ട്രാക്ഷൻ കഴിഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി ഒരു കേസും കൂടെ പറയാം. ഏതായിരുന്നു, ആൽജിബ്രയിൽ ഞാൻ ഒരു കേസ് എക്സ്ട്രാ പറഞ്ഞിരുന്നു. അത് ആൽജിബ്രയിൽ വരുന്നതല്ല, മറ്റൊരു സെക്ഷനാണ്. പക്ഷെ ഇതിന്റെ കൂടെ ഞാൻ ചേർത്ത് പറയുന്നു, അത്രേ ഉള്ളൂ. എന്താണ്, എഫും ജിയും എന്ത് ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, എഫും ജിയും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ കോമ്പോസിഷൻ എടുക്കുമ്പോഴും എന്ത് തന്നെ കിട്ടും, കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നെ കിട്ടും. ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു, ആൽജിബ്ര പഠിച്ചു. രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ സം കണ്ടിന്യൂസ് ആയിരിക്കും, ഡിഫറൻസ് കണ്ടിന്യൂസ് ആയിരിക്കും, പ്രോഡക്റ്റും അതുപോലെ ഡിവിഷനും എന്തായിരിക്കും, കോഷ്യന്റും എടുക്കുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും, അതുപോലെ കോമ്പോസിഷൻ എടുക്കുന്നതും കണ്ടിന്യൂസ് ആയിരിക്കും. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൽജിബ്ര വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആൽജിബ്ര വെച്ചിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 16 ആണ്. ടെക്സ്റ്റ് ബുക്കിലെ 16ാമത്തെ എക്സാമ്പിൾ 16 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, കറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ എന്റെ കൂടെ വയ്ക്കുക. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, പ്രൂവ് ദാറ്റ് എവരി റാഷണൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം, എല്ലാ റാഷണൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ നമുക്കറിയാം റാഷണൽ നമ്പർ ആർ ഓഫ് എക്സ് എങ്ങനെ എഴുതുന്നത്, പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ്. ഓക്കെ അല്ലേ, വേർ പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് ആർ പോളിനോമിയൽ ഫംഗ്ഷൻസ്. നമ്മൾ ഇത് എവിടെ പഠിച്ചിട്ടുള്ളതാണ്, +1 പഠിച്ചത്, റാഷണൽ ഫംഗ്ഷൻസ്.
റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. ഒരു റാഷണൽ ഫംഗ്ഷൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? r of x equal to p of x by q of x, where p of x and q of x are polynomial function. p of x ഉം q of x ഉം എന്താണ്? പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു? ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാ? ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ എടുത്താലും അത് കണ്ടിന്യൂസ് ആയിരിക്കും. മീൻസ് ഇവിടെ തന്നിരിക്കുന്ന p of x ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. q of x is also a polynomial function. ഈ തന്നിരിക്കുന്ന രണ്ട് ഫംഗ്ഷനും പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. സോ p of x is continuous, q of x is continuous. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിവിഷൻ എടുത്താലും എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. q of x നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇത് മൈൻഡിൽ ഉണ്ടാവണം. q of x 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തല്ല? ഡിഫൈൻഡ് അല്ല. r of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. r of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണെങ്കിൽ ഏത് ഫോമിൽ എഴുതാം? p of x by q of x. അവിടെ p of x ഉം q of x ഉം എന്ത് നമ്പേഴ്സ് ആണ്? എന്ത് ഫംഗ്ഷൻസ് ആണ്? പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. എന്താ പോളിനോമിയൽ ഫംഗ്ഷന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പൊ ഇവിടുത്തെ തന്നേക്കുന്ന രണ്ട് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. p of x ഉം കണ്ടിന്യൂസ് ആണ്, q of x ഉം എന്താണ്? കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിവിഷനും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് നമ്മൾ എന്ത് പഠിച്ചു വെച്ചിരിക്കുന്നത്? ആൾജിബ്ര ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? പ്രശ്നമുണ്ടോ? ഇനി ആൾജിബ്ര വെച്ച് ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഞാൻ പറഞ്ഞിരുന്നു ഈ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞൊരു കേസ് ഉണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ എന്താ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ കാൽക്കുലസ് എല്ലായിടത്തും വരുന്നുണ്ട്. മാത്സ് പഠിക്കുന്നിടത്തെല്ലാം കാൽക്കുലസ് ഉണ്ട്. കാൽക്കുലസ് വരുന്നിടത്ത് എന്തും വരും? ട്രിഗണോമെട്രിയും വരും. ഇതുവരെ ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല. നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാൻ പോവാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് f of x equal to sin x is a continuous function. ഈ തന്നിരിക്കുന്ന f of x equal to sin x ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, f of x equal to sin x അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഈ ഫംഗ്ഷനെ രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. എങ്ങനെ എഴുതാം? f of x equal to sin x when x not equal to 0, 0 when x equal to 0. ശരിയാണോ? ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. വലിയ കാര്യമൊന്നുമില്ല, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമൊന്നുമില്ല. ഞാൻ ഒന്ന് മാറ്റി എഴുതി, കാരണം രണ്ട് സെക്ഷൻ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ f of x എന്ന് പറയുന്നത് 0 ആണ്. കാര്യം sin 0 equal to 0. അപ്പൊ ഇവിടെ ഞാൻ sin 0 എഴുതുന്നതിന് പകരം എന്തെന്ന് കൊടുത്തു? 0. അല്ലാത്ത കേസിൽ f of x equal to എന്താണ്? sin x ആണ്. അപ്പൊ ഇവിടെ ഞാൻ രണ്ട് കേസ് ചെക്ക് ചെയ്യണം. എപ്പോഴൊക്കെയാ? x equal to 0 വരുന്ന കേസ് നോക്കണം, x not equal to 0 വരുന്ന കേസ് നോക്കണം. അപ്പൊ ആദ്യം നമുക്ക് എന്തെടുക്കാം? കേസ് 1, x equal to 0. അങ്ങനെയാണെങ്കിൽ f of x equal to 0 ആയിരിക്കും. ശരിയാണ്. അപ്പൊ ഇവിടെ x ന്റെ അടുത്ത് 0 കൊടുത്താൽ 0 കിട്ടി. ഇനി ലിമിറ്റ് x tends to 0. ഇതിന്റെ മീനിങ് എന്താ? ലിമിറ്റ് x tends to 0 f of x equal to ലിമിറ്റ് x tends to f of x ന്റെ വാല്യൂ കൊടുക്കണ്ടേ? x 0 ആണെങ്കിൽ 0. പക്ഷെ നമ്മുടെ കേസ് എന്താ? 0 അല്ലാത്ത കേസിൽ എന്താ? sin x ആണ്. ശരിയാണല്ലോ? അല്ലാത്ത കേസിൽ അതെന്താ വരുന്നത്? sin x. അപ്പൊ ലിമിറ്റ് x tends to 0 sin x. x എടുക്കുന്നിടത്ത് 0 കൊടുത്താൽ ഇതെന്താകും? sin 0. sin 0 എന്താ? 0. അപ്പൊ f of 0 യും 0 ആയി, ലിമിറ്റ് എടുത്തപ്പോഴും 0 കിട്ടി. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അപ്പൊ x equal to 0 ആ ഒരു വാല്യൂ കൊടുത്തപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായിട്ട് മാറി? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ട് മാറി. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കേസ് 2 x not equal to 0. അപ്പൊ x equal to 0 ആണ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? x not equal to 0 വരികയാണെങ്കിൽ എന്താണ് കണ്ടീഷൻ? ആ കേസ് വരുമ്പോൾ പിന്നെ നമ്മൾ ഏത് ആലോചിക്കണ്ട? ഇങ്ങനെയൊന്നും ആലോചിക്കണ്ട. f of x equal to എന്തെന്ന് എടുത്താൽ മതി? sin x എന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ ഇങ്ങനെ മാത്രം ആലോചിക്കുക. ഈ ഒരു കേസ് എടുക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുക. x not equal to 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് c be any points. ഏതോ ഒരു പോയിന്റ് എടുത്തു. പോയിന്റ് എന്തെന്ന് കൊടുത്തു? c എന്ന് കൊടുത്തു.
നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എഫ് ഓഫ് സി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പൊ ഓരോ സെക്ഷൻ ആയിട്ട് നോക്കാം. ഓക്കെ ആണ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സി ഈക്വൽ ടു എന്തെന്ന് വരും? സൈൻ സി. ഓക്കെ, എഫ് ഓഫ് സി ഈക്വൽ ടു എന്തെന്ന് വരുന്നു? സൈൻ സി എന്ന് വരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അല്ലാത്ത കേസസിൽ നോക്കണം. അതായത് ലിമിറ്റ് വരുന്ന കേസ് ചെക്ക് ചെയ്യണം. അപ്പൊ ലിമിറ്റ് വരുന്ന കേസിൽ സൈൻ സി എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വാല്യൂ കൊടുക്കാൻ പറ്റില്ല. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. അവിടെ ചെറിയ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? സൈൻ എക്സ് ആണ്. ഇനി ഇവിടെ ഞാൻ എടുക്കുന്ന ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എക്സ് ടെൻസ് ടു സി എന്നല്ലേ പറഞ്ഞേക്കുന്നത്? എക്സ് ഈക്വൽ ടു എച്ച് പ്ലസ് സി എന്ന് എടുക്കുന്നു. സോറി, ശരിയാണ്. എക്സ് ഈക്വൽ ടു എന്തെടുക്കുന്നു? എച്ച് പ്ലസ് സി. ഓക്കെ, അപ്പൊ അടുത്ത കേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? എക്സ് ടെൻസ് ടു എന്തെടുത്തു? എച്ച് പ്ലസ് സി എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ സിയിലോട്ട് എടുക്കുമ്പോ ഈ കേസിൽ ഒന്ന് ആലോചിച്ച് നോക്കി. എക്സിന്റെ വാല്യൂ സിയിലോട്ട് എടുക്കുമ്പോ എച്ചിന്റെ വാല്യൂ എങ്ങോട്ട് പോകും? സീറോയിലോട്ട് പോകും. ശരിയാണോ? എക്സിന്റെ വാല്യൂ സിയിലോട്ട് എടുക്കുമ്പോ എച്ചിന്റെ വാല്യൂ സീറോയിലോട്ട് പോകും. അതായത് ഇത് സിയിലോട്ട് വരെയല്ലേ? ഇത് സിയിലോട്ട് വരുമ്പോ ഈ സിയും കട്ട് ചെയ്ത് എച്ചിന്റെ വാല്യൂ എങ്ങോട്ട് വരുന്നു എന്ന് പറയാം? സീറോയിലോട്ട് വരുന്നു എന്ന് പറയാം. ഈ കാര്യങ്ങൾ നമ്മുടെ ലിമിറ്റിൽ ഒന്ന് അപ്ലൈ ചെയ്യാം. ഇപ്പൊ സൈൻ എക്സ് ചെയ്യുന്നതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഇപ്പൊ എന്താ ചെയ്തേക്കുന്നത്? എക്സ് ടെൻസ് ടു സി ആണ്. അത് നമുക്കറിയാം. എക്സിന് എന്ത് കൊടുത്തു? എച്ച് പ്ലസ് സി എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സ് സിയിലോട്ട് എടുക്കുമ്പോൾ എച്ചിന്റെ വാല്യൂ എങ്ങോട്ട് എടുക്കുന്നു? സീറോയിലോട്ട് എടുക്കുന്നു. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി സൈൻ എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി സൈൻ എക്സ് എന്ന് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ലിമിറ്റ് എക്സ് സിയിലോട്ട് എടുക്കുമ്പോ എച്ചിന്റെ വാല്യൂ എങ്ങോട്ട് എടുക്കുന്നു? സീറോയിലോട്ട് എടുക്കുന്നു. എക്സിന്റെ വാല്യൂ സിയിലോട്ട് എടുക്കുമ്പോ എച്ചിന്റെ വാല്യൂ എങ്ങോട്ട് എടുക്കുന്നു? സീറോയിലോട്ട് എടുക്കുന്നു. സൈൻ എക്സ് എന്തിന് ഈക്വൽ എന്ന് എഴുതിയിരിക്കുന്നു? എച്ച് പ്ലസ് സിക്ക് ഈക്വൽ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ സൈൻ എന്തെന്നെടുത്തു? എച്ച് പ്ലസ് സി എന്നെടുത്തു. ഇനി എന്ത് ചെയ്യും? ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ ഈ കിടക്കുന്ന സംഭവം എന്താ? സൈൻ എച്ച് പ്ലസ് സി. സൈൻ എച്ച് പ്ലസ് സി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ആണ്. സൈൻ എക്സ് പ്ലസ് വൈ. എന്താ സൈൻ എക്സ് പ്ലസ് വൈ? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അതുപോലെ ഇവിടെ എങ്ങനെ എടുക്കാം? സൈൻ എച്ച് കോസ് സി, ഓക്കെ, പ്ലസ് കോസ് എച്ച് സൈൻ സി. സൈൻ എച്ച് കോസ് സി പ്ലസ് കോസ് എച്ച് സൈൻ സി. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് ഇട്ട് കൊടുക്കാം. എച്ച് കിടക്കുന്നിടത്തെല്ലാം സീറോ കൊടുത്താൽ ഇതെന്തായിട്ട് മാറും? സൈൻ സീറോ കോസ് സി പ്ലസ് കോസ് സീറോ സൈൻ സി. സൈൻ സീറോയുടെ വാല്യൂ സീറോ. സീറോ ഇൻറ്റു ടൈം എടുത്താൽ ഇത് എന്റെ എന്തായി? സീറോ. കോസ് സീറോയുടെ വാല്യൂ 1. ഇപ്പൊ 1 ഇൻറ്റു സൈൻ സി. 1 ഇൻറ്റു സൈൻ സി എന്താ? സൈൻ സി. അപ്പൊ നമ്മൾ തുടങ്ങിയത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എവിടെ വന്ന് നിൽക്കുന്നു? സൈൻ സിയിൽ വന്ന് നിൽക്കുന്നു. തൊട്ട് മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചു എഫ് ഓഫ് സി എന്തിന് ഈക്വൽ ആണ്? സൈൻ സിക്ക് ഈക്വൽ ആണ്. therefore നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇത് എന്തിന് ഈക്വൽ ആണ്? എഫ് ഓഫ് സി. അപ്പോ ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയിട്ട് മാറുന്നു? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇത് ചെയ്യുന്ന രീതി ക്ലിയർ ആണല്ലോ. ഇതേപോലെ ഇപ്പൊ നമ്മൾ സൈൻ എക്സ് ചെയ്തില്ലേ? ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ് എക്സ് ചെയ്യാൻ പറ്റും. സൈൻ എക്സ് ചെയ്ത ഇതേ മോഡല് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക? കോസ് എക്സ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇനി അപ്പൊ നമ്മളിപ്പോ സൈൻ എക്സ് ചെയ്ത് നോക്കി, അത് കണ്ടിന്യൂസ് എന്ന് കിട്ടി.
നിങ്ങൾ സ്വന്തമായിട്ട് കോസ് എക്സ് ചെയ്ത് നോക്കി, സൈൻ ചെയ്ത് എങ്ങനെയാണോ അതുപോലെ കോസ് ചെയ്ത് നോക്കി. അപ്പോ അതും എന്തായിട്ട് കിട്ടി? കണ്ടിന്യൂസ് ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് എക്സാമ്പിൾ 18, 18ാമത്തെ ക്വസ്റ്റ്യൻ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് കണ്ടിന്യൂസ് ആണോ? ഒറ്റ സ്റ്റെപ്പിൽ പറയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എക്സ് ബൈ കോസ് എക്സ്. ടാൻ എക്സിനെ എങ്ങനെ എഴുതാം? സൈൻ എക്സ് ബൈ കോസ് എക്സ്. സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ്, കോസ് എക്സ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ് നമ്മൾ തെളിയിച്ചു, കോസ് എക്സ് കണ്ടിന്യൂസ് ആണ് നിങ്ങൾ സ്വന്തമായിട്ട് തെളിയിച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ ആ രണ്ട് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സും എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. നമ്മൾ അതല്ലേ ആൾജിബ്ര പഠിച്ചത്? രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ ഡിവിഷനും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇവിടെ സൈനും കണ്ടിന്യൂസ് ആണ്, കോസും കണ്ടിന്യൂസ് ആണ്. അപ്പൊ അതിന്റെ ഡിവിഷനും എന്തായിട്ട് മാറുന്നു? കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നു. സോ നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ. ഇപ്പോ ആൾജിബ്ര വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ നോക്കി. ഇനി കോമ്പോസിഷന്റെ കേസ് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എന്താണ് കോമ്പോസിഷന്റെ കേസ് പറഞ്ഞത്? എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി, അതുപോലെ ജി കോമ്പോസിഷൻ എഫും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 19 ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ ഈസ് കണ്ടിന്യൂസ്. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഈ ഫംഗ്ഷൻ എങ്ങനെയാ കണ്ടിന്യൂസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് എടുക്കുകയാണ്. ഒരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ്, അത് സൈൻ എക്സ് എന്നും, അടുത്ത ഫംഗ്ഷൻ എടുക്കുന്നു എച്ച് ഓഫ് എക്സ്, അത് എക്സ് സ്ക്വയർ എന്നും എടുക്കുന്നു. ഓക്കെ, അപ്പോ ഞാൻ രണ്ട് ഫംഗ്ഷൻ എടുക്കുകയാണ്. ഒരു ഫംഗ്ഷൻ എന്താണ്? ജി ഓഫ് എക്സ് എന്തെന്നെടുത്തു? സൈൻ എക്സ്. അടുത്തൊരു ഫംഗ്ഷൻ എടുക്കുന്നു എച്ച് ഓഫ് എക്സ് എന്തെന്നെടുത്തു? എക്സ് സ്ക്വയർ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് എന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്ത് വരും? ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ്, ജി ഓഫ് എച്ച് ഓഫ് എക്സ്. ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? ജി ഓഫ് എന്തെന്നെടുക്കുന്നു? എച്ച് ഓഫ് എക്സ് എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് ഓഫ് എക്സ് എക്സ് സ്ക്വയർ. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് സ്ക്വയർ എന്ന് വന്നു. ജി ഓഫ് എക്സ് ആണെങ്കിൽ എന്താ? സൈൻ എക്സ്. അപ്പൊ ജി ഓഫ് എക്സ് സ്ക്വയർ ആണെങ്കിലോ എക്സ് കിടക്കുന്നിടത്ത് എക്സ് സ്ക്വയർ കൊടുക്കുക. അപ്പൊ ഈക്വൽ ടു സൈൻ എന്തെന്ന് കിട്ടും? എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ ആണ്. ഇനി ജി ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, അത് കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. നമ്മൾ നേരത്തെ ചെയ്തതല്ലേ? ജി ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ്. എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് സ്ക്വയർ. അതും എന്ത് തന്നെയാണ്? കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഈ രണ്ട് ഫംഗ്ഷനും കണ്ടിന്യൂസ് അല്ലേ? അതിന്റെ കോമ്പോസിഷൻ അല്ലേ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്? അങ്ങനെ കിട്ടുന്ന ഫംഗ്ഷനും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ സൈൻ എക്സ് സ്ക്വയർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ കോമ്പോസിഷൻ വരുമ്പോ തന്നിരിക്കുന്ന രണ്ട് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ എടുക്കുമ്പോഴും എന്ത് ഫംഗ്ഷൻ കിട്ടും? കണ്ടിന്യൂസ് ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, അത് വെച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ. ഞാൻ രണ്ട് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്. ജി ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതിന്റെ എന്തെടുക്കുന്നു? കോമ്പോസിഷൻ എടുക്കുന്നു. അപ്പൊ നമുക്ക് സൈൻ എക്സ് സ്ക്വയർ ഏത് കിട്ടി? എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ കിട്ടി. അപ്പൊ എന്ത് മനസ്സിലായി? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ജി ഓഫ് എക്സിന്റെയും എച്ച് ഓഫ് എക്സിന്റെയും കോമ്പോസിഷൻ ആണ്. ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, എച്ച് ഓഫ് എക്സും എന്താണ്? കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ എടുക്കുമ്പോഴും എന്ത് തന്നെ കിട്ടും? കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നെ കിട്ടും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോ നമുക്ക് കണ്ടിന്യൂറ്റിയിൽ പഠിക്കാനുള്ള ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും കഴിഞ്ഞു. അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം ഏത് ക്വസ്റ്റ്യൻസ് ആയിരുന്നു? എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്.
എക്സാമ്പിൾ 19 ഇനി പെൻഡിങ് ഉണ്ട്, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. രണ്ട് ഫംഗ്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിനെയും ഇത് കണക്കുന്ന ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അല്ല വേണ്ട, അതും കൂടെ പറയാം. ഇത്രയായ സ്ഥിതിക്ക് ആ ക്വസ്റ്റ്യൻ കൂടെ പറയാം. എക്സാമ്പിൾ 19 കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, എക്സാമ്പിൾ 19 എഫ് ഓഫ് എക്സ് എന്തെന്നാ പറഞ്ഞേക്കുന്നേ? മോഡ് 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ്. ഓക്കെ, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ്. ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഓക്കെ, ഷോ ദാറ്റ് ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് എക്സാമ്പിൾ എടുക്കുകയാണ്. തൊട്ട് മുമ്പ് എടുത്ത കണക്ക് ജി ഓഫ് എക്സ് മോഡ് എക്സ് എന്ന് എടുത്തു, എച്ച് ഓഫ് എക്സ് 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എന്ന് എടുത്തു. ഓക്കെ, അപ്പോ ജി ഓഫ് എക്സ് എടുത്തു, മോഡ് എക്സ്, എച്ച് ഓഫ് എക്സ് എന്തെന്ന് എടുത്തു? 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എന്ന് എടുത്തു. ഓക്കെ ആണ്. ഇനി ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് എന്ന് കണ്ടുപിടിച്ച് നോക്കി. എന്താ ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ? ജി ഓഫ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് അല്ലെ? 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ്. എക്സ് വരുമ്പോ മോഡുലസിനകത്ത് എക്സ് കൊടുക്കുക. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഇങ്ങനെയല്ലേ വന്നേക്കുന്നത്? അപ്പൊ എന്ത് ചെയ്യണം? മോഡുലസ് ബ്രാക്കറ്റ് വന്നേക്കുന്ന 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എന്ന് എഴുതാം. ഓക്കെ ആണ്. അപ്പോ രണ്ട് ഫംഗ്ഷൻ എടുത്തു, അതിന്റെ കോമ്പോസിഷൻ എടുത്തപ്പോൾ എനിക്ക് എഫ് ഓഫ് എക്സ് കിട്ടിയില്ലേ? നമ്മൾക്കറിയാം ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഈ 1 മൈനസ് എക്സ് ഒരു പോളിനോമിയൽ ആണ്, അത് കണ്ടിന്യൂസ് ആണ്. മോഡ് എക്സ് അതും എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഈ രണ്ട് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ സം എടുക്കുമ്പോൾ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോ ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, എച്ച് ഓഫ് എക്സും എന്താണ്? കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ എടുക്കുമ്പോഴും അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എന്ത് ഫംഗ്ഷൻ ആണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇപ്പോ നമുക്ക് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ പഠിക്കാനുള്ള തിയറി പോർഷൻ എല്ലാം പഠിച്ചു. അതിന്റെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. ടൈപ്പ് സെയിം മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി പെൻഡിങ് ഇട്ടുണ്ട്, സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സസൈസ് 5.1 കുറെ ക്വസ്റ്റ്യൻസ് നോക്കുക. എക്സസൈസ് 5.1 കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x മൈനസ് 3 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0, അറ്റ് എക്സ് ഈക്വൽ ടു മൈനസ് 3 ആൻഡ് എക്സ് ഈക്വൽ ടു 5. അതിൽ ഒരു കേസ് ഞാൻ ചെയ്യാം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്? 5x മൈനസ് 3. ഓക്കെ, ഇത് നമുക്ക് എക്സ് ഈക്വൽ ടു 0യിലും എക്സ് ഈക്വൽ ടു മൈനസ് 3യിലും എക്സ് ഈക്വൽ ടു 5ലും എന്താന്ന് പ്രൂവ് ചെയ്യണം? കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ ചെയ്യാം, ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഞാൻ ഇത് ചെയ്യാം. എക്സ് ഈക്വൽ ടു മൈനസ് 3യുടെ കേസ് ചെയ്യാം. അപ്പോ എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു 5ഉം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും. ഓക്കെ, അപ്പോ ഇങ്ങനെ എടുക്കാം. എക്സ് ഈക്വൽ ടു മൈനസ് 3 ആണ്. എഫ് ഓഫ് മൈനസ് 3 എന്ത് വരും? പറഞ്ഞു നോക്കി. 5 ഇൻറ്റു മൈനസ് 3 മൈനസ് 3. 5 ഇൻറ്റു 3 15. ഒന്ന് മൈനസ് 3. രണ്ട് മൈനസ് ആണ്, മൈനസ് കൊടുത്തു. 15 3 കൂടെ കൂട്ടിയാൽ 18. ഇനി എന്താ കണ്ടുപിടിക്കുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് 3 എഫ് ഓഫ് എക്സ് എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് 3 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? 5x മൈനസ് 3 ഈക്വൽ ടു എക്സ് എടുക്കുന്നിടത്ത് മൈനസ് 3 കൊടുത്താൽ 5 ഇൻറ്റു മൈനസ് 3 മൈനസ് 3. 5 ഇൻറ്റു മൈനസ് 3 മൈനസ് 15 മൈനസ് 3 എടുക്കുമ്പോ മൈനസ് 18 ഈക്വൽ ടു ഇവിടെ നമുക്ക് മൈനസ് 18 എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്നത് എന്താ? എഫ് ഓഫ് മൈനസ് 3. ഓക്കെ, അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് 3 എഫ് ഓഫ് എക്സ് എടുത്തപ്പോൾ എന്ത് കിട്ടി? എഫ് ഓഫ് മൈനസ് 3 കിട്ടി. അതേ നമുക്ക് എന്ത് പറയാം? ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു മൈനസ് 3 ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു മൈനസ് 3 കണ്ടിന്യൂസ് ആണ്. ഇതുപോലെ എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു 5ഉം നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, ഇതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യനും ഇതേ മോഡൽ തന്നെയാണ്, സ്വന്തമായിട്ട് ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക.
ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോ പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എൻ. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു എന്നില് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എക്സ് ഈക്വൽ ടു എന്നിലെ കണ്ടിന്യൂസ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആദ്യം എന്ത് ചെയ്യുക, എഫ് ഓഫ് എൻ കണ്ടുപിടിക്കുക. എന്ത് വരും, എൻ റൈസ് ടു എൻ. അവിടെ നിൽക്കട്ടെ. അടുത്ത ലിമിറ്റ് എക്സ് ടെൻസ് ടു എൻ എഫ് ഓഫ് എക്സ് വേണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എൻ എഫ് ഓഫ് എക്സ് വേണം. എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു എൻ എക്സ് റൈസ് ടു എൻ. ഇനി എന്ത് ചെയ്യാം, എക്സ് ടെൻസ് ടു എൻ അല്ലേ, ഈ എക്സിന്റെ അടുത്ത് എൻ കൊടുത്താൽ എന്ത് കിട്ടും, എൻ റൈസ് ടു എൻ. അപ്പൊ ലിമിറ്റ് കണ്ടുപിടിച്ചു. ലിമിറ്റ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എൻ റൈസ് ടു എൻ എന്ന് കിട്ടി. ഈക്വൽ ടു എഫ് ഓഫ് എൻ എന്ന് എടുത്തൂടെ. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു എൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്ന് തന്നെ വന്നു, എഫ് ഓഫ് എൻ എന്ന് തന്നെ വന്നു. ഓക്കെ ആണ്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് എന്താന്ന് പറയാം, കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏത് വാല്യൂവിൽ, എക്സ് ഈക്വൽ ടു എന്നിൽ കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏത് സെക്ഷൻ വരെ വന്ന് നിൽക്കുകയാണ്, കണ്ടിന്യൂറ്റിയിലെ ഓൾമോസ്റ്റ് എല്ലാ തിയറി പാർട്ടും പഠിച്ചു. ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ എങ്ങോട്ട് കയറി, എക്സസൈസ് 5.1 ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങി. എത്ര ക്വസ്റ്റ്യൻ വരെ ആയി, 4 ക്വസ്റ്റ്യൻ വരെ. ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ബാക്കിയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ അടുത്ത ഒരു ക്ലാസ്സും കൂടെ ആകുമ്പോ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നായിരുന്നു ചാപ്റ്ററിന്റെ പേര്. അതിലെ ഫസ്റ്റ് സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം. വലിയൊരു ചാപ്റ്റർ ആണ് ഇത്. റിലേറ്റ് ചെയ്തുകൊണ്ട് 2 ചാപ്റ്റർ കൂടെ ഉണ്ട്. അപ്പൊ ഇത്രയും കംപ്ലീറ്റ് ആകുമ്പോൾ ഏകദേശം നിങ്ങളുടെ +2 പകുതിയോളം ചാപ്റ്റേഴ്സ് തീരും. ഇതിന് പാരലായിട്ട് നമുക്ക് ഏതും പഠിക്കാം, ഇന്റഗ്രേഷനും പഠിക്കാം. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററും ഒരു തീരുമാനമാവും. പിന്നെ 3-4 ചാപ്റ്റേഴ്സേ ബാലൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.